551 രാവ്. അവൾ പറഞ്ഞു, അല്ലയോ കീർത്തിമാനായ രാജാവേ. സഞ്ചാരി സിന്ദ്ബാദ് ഇപ്രകാരം തുടർന്നു. കപ്പൽ മുങ്ങിയപ്പോൾ ഞാനും മറ്റു ചില വ്യാപാരികളും കുതിരപ്പുറത്ത് കയറുന്നത് പോലെ ആ മരപ്പലകയിൽ ചുറ്റിപ്പിടിച്ചിരുന്നു കാലുകൾ കൊണ്ട് തുഴഞ്ഞു. ഒരു രാവും പകലും അപ്രകാരം നടന്നുപോയി. കാറ്റും തിരമാലകളും ഞങ്ങളെ മുന്നേറാൻ സഹായിച്ചു. 2-ാം ദിവസം ഉച്ചയ്ക്ക് തൊട്ടു മുമ്പായി കടൽ ശാന്തമായി. കാറ്റ് ശമിച്ചു. ഞങ്ങൾ ഓളത്തിൽപ്പെട്ട് ഒരു ദ്വീപിൽ ചെന്നടിഞ്ഞു. അവിടെ ഇറങ്ങി നടന്നപ്പോൾ ധാരാളം മരങ്ങളും ചെടികളും ഞങ്ങൾ കണ്ടു. ഉറക്കമില്ലായ്മയും തണുപ്പും വിശപ്പും ദാഹവും ഭീതിയും ഞങ്ങളെ ജീവച്ഛവങ്ങളായി മാറ്റിയിരുന്നു. ഞങ്ങൾ അവിടുന്ന് ധാരാളം പഴങ്ങൾ പറിച്ചു തിന്നു. ശരീരത്തിൽ ജീവൻ നിലനിർത്താൻ കഴിഞ്ഞു. പിന്നെ നേരം പുലരുവോളം ഗാഠനിദ്രയിലാണ്ടു. നേരം വെളുത്തപ്പോൾ ഞങ്ങൾ എഴുന്നേറ്റ് ദ്വീപിൽ ചുറ്റി നടന്നു. അപ്പോൾ ദൂരെ ആൾതാമസമുള്ള ഒരു വീട് കാണാനിട വന്നു. ഞങ്ങൾ അങ്ങോട്ട് നടന്ന് ആ വീടിന്റെ വാതിൽക്കൽ എത്തി. അതാ കുറെ നഗ്ന മനുഷ്യർ അതിൽ നിന്ന് പുറത്തു വരുന്നു. ഞങ്ങളെ അഭിവാദ്യം ചെയ്യുകയോ മിണ്ടുകയോ പോലും ചെയ്യാതെ ഞങ്ങളെ പിടികൂടി അവരുടെ രാജാവിനടുത്തേക്ക് കൊണ്ടുപോയി. അദ്ദേഹം ഞങ്ങളോട് ഇരിക്കാൻ ആംഗ്യം കാണിച്ചു. ഞങ്ങൾ ഇരുന്നപ്പോൾ ഞങ്ങളുടെ മുന്നിൽ അവർ ഭക്ഷണ സാധനങ്ങൾ നിരത്തി. അതുപോലൊന്നും ഞങ്ങൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വിശപ്പിന്റെ വിളി മൂലം എന്റെ കൂട്ടുകാർ അത് കഴിച്ചു. എന്നാൽ എനിക്ക് ഛർദ്ദിക്കാൻ തോന്നിയതിനാൽ ഞാനത് സ്പർശിച്ചില്ല. അല്ലാഹയുടെ കാരുണ്യത്താലാണ് അത് കഴിക്കാതിരിക്കാൻ എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജീവിക്കുന്നതും. അത് കഴിച്ച ഉടനെ എന്റെ കൂട്ടുകാരുടെ ബുദ്ധി നഷ്ടപ്പെട്ടു. അവർ പ്രേതബാധയേറ്റ് ഭ്രാന്തന്മാരെ പോലെ ആയി മാറി. അപ്പോൾ ആ കിരാതന്മാർ അവർക്ക് കൊക്കോ എണ്ണ കുടിക്കാൻ കൊടുത്തു. ആ എണ്ണ ശരീരത്തിൽ പുരട്ടുകയും ചെയ്തു. അതോടെ അവർ ഭക്ഷണം ആർത്തിയോടെ തിന്നാൻ തുടങ്ങി. ഇത് കണ്ട് ഞാൻ വല്ലാതെ അമ്പരപ്പിലായി. അവർക്ക് വേണ്ടി വിഷമിച്ചു. നഗ്നരെ കുറിച്ച് വല്ലാത്ത ഭീതിയും ഉത്കണ്ഠയും എന്നിൽ ഉദിച്ചു. ഞാൻ അവരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അവർ മാഗിയാൻ നരഭോജികളാണെന്ന് അതിവേഗം എനിക്ക് മനസ്സിലായി. ഒരു ഭൂതമാണ് അവരുടെ രാജാവ്. അവരുടെ നാട്ടിലേക്ക് വരുന്നവരെയും അവരുടെ താഴ്വരയിൽ വെച്ചോ റോഡിൽ വെച്ചോ പിടിക്കപ്പെടുന്നവരെയും അവർ ഈ രാജാവിനടുത്തേക്ക് കൊണ്ടുവരുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുകയും വയറ്റിൽ എണ്ണ പുരട്ടുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ വയറ് വലുതാകുന്നു. കൂടുതൽ ആഹാരം കഴിക്കുന്നു. മന്ദബുദ്ധികളായി മാറുന്നു. വിവേക നിശേഷം നശിക്കുന്നു. അങ്ങനെ വയറു നിറച്ച് ഭക്ഷണം തള്ളിക്കയറ്റി കൊക്കോ എണ്ണ പുരട്ടി തടിപ്പിച്ച ശേഷം അവരുടെ കഴുത്തറുത്ത് പൊരിച്ചെടുത്ത് രാജാവിന് തിന്നാൻ കൊടുക്കുന്നു. എന്നാൽ സാധാരണക്കാരായ കിരാതന്മാർ പച്ചമാംസമാണ് കഴിക്കാറ്. ഇത് കണ്ട് ഞാൻ വല്ലാതെ പേടിച്ചു പോയി. എന്നാൽ എന്റെ കൂട്ടുകാരാക്കട്ടെ മന്ദബുദ്ധികളെ പോലെ എന്താണ് തങ്ങളോട് ചെയ്തതെന്നറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ്. നഗ്നരായ മരഭോജികളിൽ ഒരുവൻ അവരുടെ കന്നുകാലികളെ പുല്ല് തീറ്റാൻ കൊണ്ടുപോകുന്നത് പോലെ ദ്വീപിലെ പുൽ മൈതാനത്തിലേക്ക് എന്നും കൊണ്ടുപോകും. അവർ സ്വന്തം ഇഷ്ടാനുസരണം കാട്ടിൽ ചുറ്റിക്കറങ്ങും. ഇഷ്ടമുള്ളിടത്ത് കിടന്നുറങ്ങും. അങ്ങനെ അവർ തടിച്ചു കൊഴുത്തു. ഞാനാണെങ്കിലോ ഭീതിയും വിശപ്പും മൂലം മെലിഞ്ഞ് എല്ലും തോലിയുമായി തൊലി ചുക്കി ചുളിഞ്ഞു. ആ നരഭോജികൾ എന്റെ ശോചനീയാവസ്ഥ കണ്ടപ്പോൾ എന്റെ പാട്ടിന് വിട്ടു. എന്നെക്കുറിച്ച് അവർ ചിന്തിച്ചതേയില്ല. അങ്ങനെ ഒരു ദിവസം അവരുടെ ശ്രദ്ധയിൽപ്പെടാതെ ഞാൻ തെന്നി മാറി ദൂരെയുള്ള കടലോരത്തേക്ക് നടന്നു. അവിടെ ഉയർന്ന ഒരു സ്ഥലത്ത് ഒരു വൃദ്ധൻ ഇരിക്കുന്നത് കണ്ടു. അയാൾക്ക് ചുറ്റും വെള്ളമാണ്. ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി. എന്റെ കൂട്ടുകാരെ നടത്താൻ കൊണ്ടുപോയവനാണ് അയാൾ. എന്റെ കൂട്ടുകാരനെ പോലെ നിരവധി പേർ അവനോടൊപ്പമുണ്ട്. അയാൾ എന്നെ കണ്ട ഉടനെ ഞാൻ മറ്റുള്ളവരെ പോലെ മന്ദബുദ്ധിയല്ലെന്ന് അയാൾ മനസ്സിലാക്കി. ദൂരെ നിന്ന് അയാൾ എനിക്ക് ആംഗ്യം കാട്ടി. പിന്നോക്കം പോയി ഇടതുവശത്തെ റോഡിലൂടെ പോകുക. അപ്പോൾ നിങ്ങൾ രാജവീതിയിലെത്തും. അങ്ങനെ അയാളുടെ ആജ്ഞ പോലെ ഞാൻ ചെയ്തു. വലതുവശത്തെ റോഡിലൂടെ മുന്നോട്ട് പോയി. ചിലപ്പോൾ പേടിയോടെ ഓടും, പിന്നെ സാവധാനത്തിൽ നടക്കും. ഒടുവിൽ ആ വൃദ്ധന്റെ ദൃഷ്ടിയിൽ നിന്നും ഞാൻ മറഞ്ഞു. ഇതിനകം സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. ഇരുട്ട് വ്യാപിച്ചു. ഞാൻ അപ്പോൾ ഒന്ന് വിശ്രമിക്കാനായി ഇരുന്നു. ഉറങ്ങിപ്പോയേനെ. എന്നാൽ അന്ന് രാത്രി എനിക്ക് ഉറക്കം വന്നതേയില്ല. കാരണം പേടിയും വിശപ്പും ക്ഷീണവും എന്നെ വല്ലാതെ ഉലച്ചിരുന്നു. അർദ്ധരാത്രി ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. സൂര്യൻ കുന്നിൻ മുകളിൽ ഉദിച്ചു വന്നു. സമതലങ്ങളിൽ പ്രകാശം പരത്തുന്നത് വരെ ഞാൻ നടത്തം തുടർന്നു. അപ്പോഴേക്കും വിശപ്പും ദാഹവും സഹിക്കാനാവാതെ ഞാൻ തളർന്നു കഴിഞ്ഞിരുന്നു. ഞാൻ ദ്വീപിൽ വളർന്നു നിൽക്കുന്ന ചെടികളും പുല്ലുകളും പറിച്ചു തിന്ന് ജീവൻ നിലനിർത്തി. അതിനുശേഷം നടത്തം തുടർന്നു. അന്ന് പകൽ മുഴുവനും രാത്രിയും നടത്തം തന്നെ ആയിരുന്നു. ഇലകളും കിഴങ്ങുകളുമായിരുന്നു എന്റെ ആഹാരം. 7 രാവും പകലും ഞാൻ അങ്ങനെ നടന്നു. ഒടുവിൽ 8-ാം ദിവസം രാവിലെ എന്തോ മങ്ങിയൊരു വസ്തു ദൂരെയായി എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. ഞാൻ ഉടനെ അതിനെ ലക്ഷ്യമാക്കി നടന്നു. അപ്പോൾ പേടി കൊണ്ട് എന്റെ ഹൃദയം കിടന്ന് പിടയ്ക്കുന്നുണ്ടായിരുന്നു. കുരുമുളക് ശേഖരിക്കുന്ന ഒരു സംഘം ആളുകളായിരുന്നു അത്. എന്നെ കണ്ട ഉടനെ അവർ എന്റെ ചുറ്റും കൂടി നിന്ന് എന്നോട് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എപ്പോൾ ഇവിടെ വന്നു? ഞാൻ മറുപടി നൽകി, ഞാനൊരു പരദേശിയാണ്. ആളുകളെ പിന്നെ ഞാൻ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അവർക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോഴേക്കും നേരം പുലരാറായെന്നും തനിക്ക് കഥ പറയാൻ അനുവദിച്ച സമയം തീർന്നെന്നും ഷഹ്റസാദ് മനസ്സിലാക്കി.